ഇപ്പോൾ ന്യൂസ് ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് നമുക്കറിയാം. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും MLAയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന പരാതികളാണ് അല്ലേ. അപ്പോൾ അത് എന്ത് തരത്തിലുള്ള പരാതികളാണ്, ഏത് പാറ്റേണിലുള്ള പരാതികളാണെന്നെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഒരു കേസ് സത്യസന്ധമാണെങ്കിൽ അത് അന്വേഷണത്തിലൂടെ, പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ അത് കോടതിയിലെത്തി അത് സത്യസന്ധമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് എന്ത് ശിക്ഷയാണോ എക്സ്ട്രീം ലെവലിൽ കിട്ടേണ്ടത് അത് തന്നെ കിട്ടണം എന്നുള്ളതാണ് എല്ലാവർക്കും, ഈ കുറ്റം ചെയ്യുന്ന എല്ലാവർക്കും, ഒരാളുടെ കാര്യമല്ല, എല്ലാവർക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വളരെ സീരിയസ്ലി കാണേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇടയായിട്ട് ഇതൊരു ഉദാഹരണം മാത്രം, ഈ ഇടയായിട്ട് ഫിലിം ഫീൽഡിൽ ഉള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയ ഫീൽഡിലുള്ളത്, അതുപോലെ തന്നെ മറ്റ് എല്ലാ ഫീൽഡിലും, എല്ലാ തരത്തിലുള്ള ഫീൽഡിലും തീർച്ചയായിട്ടും കേൾക്കുന്ന ഒരു അലിഗേഷൻസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചൂഷണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ പലയിടങ്ങളിലും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകണമെന്നും അത് തീർച്ചയായിട്ടും ഇനി മുതൽ തടയപ്പെടണമെന്നും എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. സ്ത്രീകൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സംരക്ഷണമേകണം. അതിന് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആര് തന്നെ ആയാലും അവർക്ക് ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള പണിഷ്മെൻറ്റ് തന്നെയാണ് കിട്ടേണ്ടതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമനിർവഹണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം, ഈ ചില പാറ്റേണിലുള്ള കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞു വരുന്നത് കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഉഭയകക്ഷി പ്രകാരം ഈ പറയുന്ന പോലെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുക, അത് ഇൻറ്റിമസിയിലേക്ക് പോകുക, അത് പിന്നെ ഈ പറയുന്ന തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് എത്തുക, അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം അതെങ്ങനെ പിന്നെ പീഡനമായി തീരുന്നു എന്നുള്ളതാണ് കാര്യം. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് പ്രകാരം ഉണ്ടാകുന്ന ഏത് റിലേഷനും ഒരിക്കലും ഈ പറയുന്ന പോലെയുള്ള പീഡനത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ ബൈലാറ്ററൽ എഗ്രിമെൻറ്റിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഈ പറയുന്ന പോലെ ആ ഒരു ബന്ധം എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ആ ഒരു ബന്ധത്തിലുണ്ടായ ആ ഒരു ഇൻറ്റിമസി പിന്നെ എങ്ങനെയാണ് പീഡനമായി തീരുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാര്യം അങ്ങനെ എന്തെങ്കിലും ഒരു നിയമസാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പരാതി ഉന്നയിക്കുന്ന, അത് ആർക്കെതിരെയാണോ പരാതി ഉന്നയിക്കുന്നത് അവർക്ക് കൂടി ഒരു നിയമസംരക്ഷണം കിട്ടണം എന്നുള്ളതാണ് കാര്യം. രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി ഒരു ബന്ധം ഉണ്ടായി, ആ ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മാത്രം, സ്ത്രീ പുരുഷനെതിരെയോ അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീകൾക്കെതിരെയോ, കൂടുതലും സ്ത്രീ പുരുഷനെതിരെയാണ് ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കുറ്റം ചെയ്യപ്പെടാത്ത ആ പുരുഷൻ എന്തിന് ഈ പറയുന്ന പോലെ ശിക്ഷ ഏറ്റുവാങ്ങണം എന്നുള്ളത് മറ്റൊരു ഘടകം. ഈ ഒരു ഉദാഹരണമല്ല, മറ്റു ഉദാഹരണങ്ങൾ വച്ചിട്ടുള്ള ഒരു സംശയമാണ്. കാര്യം രണ്ടുപേരുടെയും സമൂഹത്തോടു കൂടി ഉണ്ടാകുന്ന ഏതൊരു ബന്ധമായാലും അതിൽ കൂടി ഉണ്ടാകുന്ന ഇൻറ്റിമസി ഒരിക്കലും അത് കുറ്റകരമാണ് എന്നുള്ളത് തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ്, ഏത് തരത്തിലാണ് കുറ്റകൃത്യമായി തീരുന്നതെന്ന് അറിയത്തില്ല. കാര്യം അത് മൈനറായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കുറ്റകൃത്യമായി തീരാം. കാര്യം ബൈലാറ്ററലാണെങ്കിൽ പോലും എതിർ ഇതിലുള്ള ആൾ മൈനറാണെന്നുണ്ടെങ്കിലാകാം അതൊരു ഈ പറയുന്ന പോലെ മറ്റ് അവരുടെ സമ്മതമില്ലാതെ, ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെയാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതൊരു കുറ്റമായി തീരാം. പക്ഷേ രണ്ടുപേരുടെയും കൺസെൻറ്റോട് കൂടി ഉണ്ടാകുന്ന ബന്ധം പിന്നെ അത് കുറേ വർഷങ്ങൾക്ക് ശേഷവും മാസങ്ങൾക്ക് ശേഷവും എങ്ങനെ അത് കുറ്റമായി തീരാം എന്നുള്ളതാണ്. അത് പല എക്സാമ്പിൾ കൂടെ പല തരത്തിലുള്ള കേസ് ഇങ്ങനെ വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുമ്പോൾ തോന്നുന്ന സംശയമാണ്. പക്ഷേ ഈ ഒരു കേസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിൻ്റെ അന്വേഷണത്തിലൂടെയും ഈ പറയുന്ന പോലെ അത് കോടതിയിലെത്തി അതിൻ്റെ സത്യസന്ധത എത്രമാത്രം തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ.
അപ്പം പലതരത്തിലുള്ള അലിഗേഷൻസാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പരാതികളാണ് കിട്ടുന്നത് ഇദ്ദേഹത്തിനെതിരെ. അപ്പം ഈ ഇദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള പരാതികളുടെ സത്യസന്ധത അന്വേഷിക്കുമ്പോൾ അത് സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ എന്താണെന്നുള്ളത് ആരായാലും, അതായത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിലുള്ള ആളായാലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ആളായാലും പാവപ്പെട്ടവനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉന്നത പദവിയിൽ നിന്ന് റിമൂവ് ചെയ്തു. പക്ഷേ MLA സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കുറ്റകൃത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പദവിയിൽ ആർക്കും ഇരിക്കാനുള്ള യാതൊരുവിധ അവകാശവുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം ഇതുപോലെ എല്ലാ പാർട്ടിയിലുള്ളവർക്കെതിരെയും ഇങ്ങനെയുള്ള ആലിഗേഷൻസും ഇങ്ങനെയുള്ള പരാതികളും എല്ലാം നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുമാത്രം എത്രമാത്രം രീതിയിൽ അത് അന്വേഷണത്തിലെത്തി, അത് അതിൻ്റെ അതിൻ്റെ സത്യസന്ധത എന്തുമാത്രം തെളിഞ്ഞു എന്നുള്ളതൊന്നും അത് കൂടുതലൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്തുമാത്രം അതിൽ ആ കേസ് എന്തുമാത്രം മുന്നോട്ട് പോയി എന്നുള്ളതും നമുക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ സ്ത്രീകൾ ഈ സമൂഹത്തിൽ ഈ പല തലത്തിലും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് തൊഴിലിടങ്ങളിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും കേട്ട് വരുന്നത് സിനിമാ ഫീൽഡിൽ, പൊളിറ്റിക്കൽ ഫീൽഡിൽ, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ, സമൂഹത്തിൽ എവിടെയായാലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഈ ഒരു സമയത്ത് വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ വിവേകബുദ്ധിയോടുകൂടി പെരുമാറേണ്ടത് സ്ത്രീയുടെയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീ മനസ്സിലാക്കണം, സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അത് കണ്ട് മുന്നോട്ട് ജീവിക്കേണ്ടത് എന്ന് അവർ കൂടി വിചാരിക്കണം എന്നുള്ളതാണ് കാര്യം. ഇങ്ങനെയുള്ള ചൂഷണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും ഒന്നിലും അകപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. അതായത് പലതിലും കേൾക്കുന്ന ഒരു കാര്യമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത്. എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെടുന്നത്? ഈ വിവാഹ വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് പീഡിപ്പിക്കാനായിട്ട് നിന്നു കൊടുക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റിൽ ഒരിക്കലും എന്ത് വാഗ്ദാനം കൊടുത്തായാലും ആ ഒരു ബന്ധം ഉണ്ടായിട്ട് പിന്നെ അതിനെതിരെ ഈ പറയുന്ന പോലെയുള്ള പീഡനം എന്ന് പറഞ്ഞു വരുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പുരുഷൻ മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിൽ ഏതൊക്കെ രീതിയിലാണ് ചൂഷണങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വിവേകബുദ്ധിയോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടം ഇദ്ദേഹത്തിനെതിരെ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസായാലും, അല്ലെങ്കിൽ മറ്റു പുരുഷന്മാർക്കെതിരെയുള്ള കേസായാലും, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്കെതിരെയുള്ള കേസായാലും, ഏത് കേസായാലും തന്നെ ഇപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചാറ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളോ ഉണ്ടായാൽ ഈ പറയുന്ന പോലെയുള്ള സമൂഹ മാധ്യമങ്ങളും ഈ പറയുന്ന പോലെ ന്യൂസ് ചാനലുകളും എല്ലാം പേഴ്സണലി ഉള്ള ഈ പറയുന്ന പോലെ ചാറ്റും അതിൻ്റെ സത്യസന്ധത എത്രത്തോളം, അതായത് ഇപ്പം നമുക്കറിയാൻ പറ്റും AI അതുപോലെ തന്നെ മറ്റ് ഒരുപാട് സോഫ്റ്റ്വെയർ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ തന്നെ അതിൻ്റെ സത്യസന്ധത എന്താണെന്ന് തെളിഞ്ഞിട്ട് പോരെ ഈ പറയുന്ന പോലെയുള്ള ഒരാൾക്കെതിരെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ആലിഗേഷൻസ് എല്ലാം പുറത്താക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ചാറ്റായാലും അല്ലെങ്കിൽ വീഡിയോ കോൾ ആയാലും എന്തായാലും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിട്ട് ഇങ്ങനെ അത് എയറിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കേസ് ഈ ഒരു കേസ് സത്യസന്ധമാണെന്ന് അല്ലെങ്കിൽ സത്യമാണെന്ന് തെളിയാത്ത പക്ഷം അയാൾക്കുണ്ടായ മാനനഷ്ടം എന്താണെന്ന് മറ്റുള്ള ഈ പറയുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്ന സമൂഹ മാധ്യമങ്ങൾക്കോ ന്യൂസ് ചാനലുകൾക്കോ അറിയാൻ സാധിക്കുമോ? അത് ഞാൻ പറയുന്നത്, ഇത് തെറ്റാണെങ്കിൽ, ഇതൊരു ഉദാഹരണം വെച്ച് മാത്രം. അപ്പോൾ പലർക്കെതിരെയും ഇങ്ങനെ അലിഗേഷൻസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എയറിൽ വരുന്ന പല തെളിവുകളെന്ന് പറഞ്ഞ് കാണിക്കുന്ന പല കാര്യങ്ങളും അത് തെളിവുകളല്ല, അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധത എത്രത്തോളം ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമാണല്ലോ അതിനെതിരെ ഇത് അങ്ങനെ കാണിച്ചാൽ തന്നെയും ഓരോ ആൾക്കാർക്കുണ്ടാകുന്ന മാനഹാനി എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ഇതെല്ലാം പരസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഒരു പേഴ്സണൽ ചാറ്റ് പോലും ഇങ്ങനെ പുറത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ സത്യസന്ധത എത്രയാണെന്ന് അന്വേഷിച്ചിട്ടാണോ ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ആണെന്ന് ഉള്ളതാണ്.
അതൊരു സംശയത്തിൻ്റെ കാര്യം മാത്രമാണ്. അങ്ങനെ കാണിക്കാമോ, അങ്ങനെ നിയമവശമായിട്ട് കാണിക്കാമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറയുന്ന പോലെ അതിൻ്റെ സത്യസന്ധത തെളിഞ്ഞിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അത് സത്യസന്ധമല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അലിഗേഷൻ ഉയർത്തുന്ന എതിരെ നിൽക്കുന്ന ആൾ അനുഭവിക്കുന്ന മാനസിക വേദന അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന നാണക്കേട് എന്താണെന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പം അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ഈ പറയുന്ന ഒരു ടി വി ചാനലുകളിൽ ഉണ്ടാകുന്ന ഡിബേറ്റുകളിലൂടെയാണ് നമ്മൾ കൂടുതലും അദ്ദേഹത്തിനെ എല്ലാവരും അറിഞ്ഞത് തന്നെ. കാര്യം എന്ന് പറയുന്നത് ഏതൊരു പാർട്ടിയിൽപ്പെട്ട ആളായാലും ശരി തന്നെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാരിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കപ്പെടും എന്ന് മാത്രമല്ല, ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രത്തിന് ഗുണമുള്ള, അതുപോലെ തന്നെ രാജ്യത്തിന് ഗുണമുള്ള, നാടിന് ഗുണമുള്ള, ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ കൂടി ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു നേതാവ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും തന്നെ ആ ഒരു നേതാവിൻ്റെ ഒരു ക്വാളിറ്റി പുറത്തു വരത്തുള്ളൂ. അപ്പം രാജ്യത്തിനും അല്ലെങ്കിൽ നാടിനും ജനങ്ങൾക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കപ്പെടേണ്ട. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ്റെ കാര്യമായാലും, തൊഴിലില്ലായ്മയുടെ കാര്യമായാലും, ജനങ്ങളുടെ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളായാലും, അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം എന്താണ് തോന്നുന്നത്? കാര്യം ഇങ്ങനെയുള്ള നേതാക്കളും ഇങ്ങനെയുള്ള ഈ പറയുന്ന പോലെ ആൾക്കാരുമാണ് നമുക്ക് നല്ലൊരു റോൾ മോഡലാകാനുള്ളത്. കാര്യം നമുക്ക് ഉദാഹരണത്തിനായിട്ട് ഒരുപാട് രാജ്യങ്ങളിലെ വികസനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസനങ്ങൾ, പല ഡിസ്ട്രിക്റ്റുകളിലുണ്ടായ വികസനങ്ങൾ, അങ്ങനെ ഒരുപാട് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിയിട്ട് നല്ല കാര്യങ്ങൾ വേണ്ടേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അലിഗേഷൻസ് എല്ലാം അതിൻ്റെ എത്രത്തോളം സത്യസന്ധത എന്താണെന്ന് നമുക്ക് എല്ലാം മനസ്സിലായാൽ മാത്രമേ, അല്ലെങ്കിൽ അത് തെളിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ ഇവരെല്ലാം തോലണിഞ്ഞ ചെന്നായ്ക്കളാണോ അതോ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യരാണോ എന്നുള്ളത്.